प्रिय छात्राः सर्वेषां स्वागतं। मागन्धमञ्जरी इति पाठभागस्ताद् त्रयः श्लोकाः गतकक्ष्यायां पठितवन्तः। पठितपाठभागस्य आशयं सङ्गृह्य वदामि, शृण्वन्तु। यदा अङ्गणस्थितात् आम्रवृक्षात् पक्वम् आम्रफलम् अपतत् तदा मातुः नेत्राभ्यां तप्ताश्रूणि अपतत्। तस्य कारणम् एव अत्र प्रतिपादयति। चतुर्भ्यः मासेभ्यः पूर्वं बालमागन्धः कुसुमोद्भवः अभवत्। तदानीं मातुः वात्सल्यनिधिः पुत्रः बालोचितेन कौतुकेन स्तबकमेकं प्रभज्य അമ്പായാഹ സമീപം സാമോദം ആഗതവാൻ. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി അടുത്ത പദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ശ്ലോകങ്ങളുടെ ആലാപനം നമുക്കൊന്ന് കേട്ടു നോക്കാം. അങ്കണസ്ഥിതാദാമ്രാത് പ്രഥമേ ഫലേച്യുതേ മാതുരക്ഷിഭ്യാം ക്ഷണാത് അപദത്തപ്തോദകം പൂർവം ചതുർമാസേഭ്യോ ലിപ്സയാ പ്രതീക്ഷിതേ ബാലമാഗന്ധേ സുമ പ്രസവേ പ്രവർത്തിതേ. വത്സലാത്മജോ മാതു കുതുകാദേകം ചുദസ്തപകം ധൃത്വാഹ്ലാദാത് അന്തികം സംപ്രാപ്തവാൻ. ഋഷയാമാതാവദത് ഫുല്ലിതം ഗുച്ഛം ശിശോ ലീലയാ ത്വയാ ഖല ഭഞ്ജിതം കഷ്ടം കഷ്ടം. പതിതേ ച്യുതേ ക്ഷണാത് സ്വീകർത്തും യോഗ്യോ ഭവാൻ. മഞ്ജരീം ലുനാത്യഹോ താടനവ്യഥാഭാവാത്. പദ്യങ്ങളുടെ ആലാപനം കേട്ടല്ലോ. ഇനി സാർ അതൊന്ന് വായിക്കാം. രുഷയാമാതാവദത് പ്രഫുല്ലം ഗുച്ഛം ശിശോ ലീലയാ ത്വയാ ഖല ഭഞ്ജിതം കഷ്ടം കഷ്ടം. പതിതേ ചൂതേ ക്ഷണാത് സ്വീകർത്തും യോഗ്യോ ഭവാൻ. മഞ്ജരീം ലുനാത്യഹോ താടനവ്യഥാഭാവാത്. പദങ്ങളൊന്ന് നോക്കുക. രുഷയാ മാതാവദത്, മാതാ പ്ലസ് അവദത്. പ്രഫുല്ലം ഗുച്ഛം ശിശു ലീലയാ ത്വയാ ഖല ഭഞ്ജിതം കഷ്ടം കഷ്ടം. പതിതേ ചൂതേ ക്ഷണാത് സ്വീകർത്തും യോഗ്യഃ ഭവാൻ. മഞ്ജരീം ലുനാത്യഹോ, പദശതം എങ്ങനെയാണ്? ലുനാദി പ്ലസ് അഹോ താടനവ്യഥാഭാവാത്. ഇനി നമുക്കതിൻ്റെ അന്വയത്തിലേക്ക് വരാം. മാതാ രുഷയാ അവദത്. പദ്യത്തിൽ നോക്കി അന്വയം മനസ്സിലാക്കുക. മാതാ രുഷയാ അവദത് ഖല ശിശു പ്രഫുല്ലം ഗുച്ഛം ത്വയാ ലീലയാ ഭഞ്ജിതം കഷ്ടം കഷ്ടം. ചൂതേ പതിതേ ക്ഷണാത് സ്വീകർത്തും യോഗ്യഃ ഭവാൻ. താടനവ്യഥാഭാവാത് മഞ്ജരീം ലുനാദി അഹോ. അവിടെ ആശ്ചര്യചിഹ്നമാണ്, അത്ഭുത ചിഹ്നമാണ്. ഇനി അതിൻ്റെ ആശയത്തിലേക്ക് വരാം. മാതാ രുഷയാ അവദത് അംബ രോഷേണ അകഥയത്. എന്താണ്? അംബ കോപേന അവദത്. അമ്മ കോപത്തോടുകൂടി, അങ്ങേയറ്റം ദേഷ്യത്തോടുകൂടി മകനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഖല ശിശു, ഹേ ദുർവിനീത ബാലക, വിനയമില്ലാത്തവനെ, വികൃതിയായവനെ, അല്ലയോ ബാലക. പ്രഫുല്ലം ഗുച്ഛം വികസിതം പുഷ്പസ്തബകം, വികസിച്ചു വന്ന ഈ ചൂതമഞ്ജരിയെ, ഈ പൂങ്കുല, ത്വയാ ലീലയാ ഭഞ്ജിതം, ത്വയാ ക്രീഡയാ, നീ കളിയായിട്ട് തമാശയായിട്ട്, ഭഞ്ജിതം വിനാശിതം, നശിപ്പിച്ചു കളഞ്ഞല്ലോ, അപമർദ്ദിതം ഇത് യാവത്, അത് നശിപ്പിച്ചു കളഞ്ഞല്ലോ, കഷ്ടം കഷ്ടം,
ഏതത് ഖേദകരമേവ, അത് അങ്ങേയറ്റം കഷ്ടമായിപ്പോയി. എന്താ കാര്യം? ചൂതേ പതിതേ ആമ്രഫലേ ഗളിതേ, പാകമായ ആമ്രഫലം കൊഴിഞ്ഞു വീഴുമ്പോൾ ക്ഷണാത് സ്വീകർത്തും യോഗ്യ ഭവാൻ തദൈവ സമാഹർത്തും സമർത്ഥ ഭവാൻ. തദായവ, അപ്പോൾ തന്നെ, ക്ഷണാദേവ, ശീഘ്രമേവ, പെട്ടെന്ന് തന്നെ ആ ആമ്രഫലം സ്വീകരിക്കാൻ, അത് ഓടിച്ചെന്നെടുക്കാൻ യോഗ്യ സമർത്ഥ ഭവാൻ, സമർത്ഥനായ നീ താടനവ്യഥാഭാവാത് ദണ്ഡനവേദനാഭാവാത്, നല്ല അടി കൊള്ളാഞ്ഞിട്ട് തന്നെയാണ് മഞ്ജരീം രുനാതി പുഷ്പസ്തബകം അവജിനോതി, ഈ പൂങ്കുല നീ നുള്ളിയെടുത്തത്. അഹോ ആശ്ചര്യം. ഇനി ആശയത്തിലേക്ക് വരിക. തദ്ദൃഷ്ട്വാ മാതാ രോഷേണ അവദത്. തദ്ദൃഷ്ട്വാ, അത് കണ്ടിട്ട്, എന്ത് കണ്ടിട്ടാണ്? പൂങ്കുല ഒടിച്ചുകൊണ്ട് വന്നത് കണ്ടിട്ട് മാതാ രോഷേണ അവദത്, മാതാവ് അങ്ങേയറ്റം കോപത്തോടുകൂടി പറഞ്ഞു. എന്താ പറഞ്ഞേ? ഹേ ദുർവിനീത, അല്ലയോ വിനയമില്ലാത്തവനെ, വികസിതാം ചൂതമഞ്ജരീം ത്വം അപചിനോഷി, വിടർന്നു വന്ന പൂങ്കുല നീ നുള്ളിയെടുത്തു. ഏതത് കഷ്ടമേവ, അത് കഷ്ടം തന്നെ. ത്വം താടനവ്യഥാം ന ജാനാസി, നീ അടിയുടെ വേദന അറിയുന്നില്ല. പക്വമാമ്രഫലം പതനാവസരേവ സ്വീകർത്തും യോഗ്യ ത്വമേവ, പക്വമായ ആമ്രഫലം പതനാവസരേവ, അത് വീഴുന്ന അവസരത്തിൽ തന്നെ, സ്വീകർത്തും യോഗ്യ, സ്വീകരിക്കാൻ യോഗ്യനായ ത്വം ഏവ, നീ തന്നെ, ആമ്രമഞ്ജരീം അവചിനോഷി, ഈ പൂങ്കുല നുള്ളിയെടുത്തല്ലോ. ഇതാണ് ആശയം. ഇനി അടുത്ത പദ്യം നോക്കാം. മാധുരാക്ഷേപം ശ്രുത്വാ പുത്രസ്യ മുഖാംഭോജം നിഷ്കലം തപ്താശ്രുഭിർവൈവർണ്യമാപ്തം ക്ഷണാത് മാഗന്ധം സമാഹർത്തും നാഗമിഷ്യാമീത്യുക്ത്വാ സ്തഭകം പുത്രോക്ഷിപത് സുന്ദരം ഭൂമോ ശുചാ. ആദ്യത്തെ പദ്യം നോക്കാം. മാധുരാക്ഷേപം ശ്രുത്വാ പുത്രസ്യ മുഖാംഭോജം നിഷ്കളം തപ്താശ്രുഭിർ വൈവർണ്യമാപ്തം ക്ഷണാത്. പദങ്ങളൊന്ന് നോക്കുക. മാതുഹു ആക്ഷേപം ശ്രുത്വാ പുത്രസ്യ മുഖാംഭോജം നിഷ്കളം തപ്താശ്രുഭി വൈവർണ്യം ആപ്തം ക്ഷണാത്. അവിടെ രണ്ട് പദച്ഛേദമാണുള്ളത്. മാധുരാക്ഷേപം, മാതുഹു പ്ലസ് ആക്ഷേപം, തപ്താസുഭിർ വൈവർണ്യമാപ്തം, തപ്താശ്രുഭി വൈവർണ്യം ആപ്തം. ഇനി വിഗ്രഹവാക്യം തന്നിട്ടുണ്ട്. മുഖാംഭോജം, എന്താണ്? മുഖം ഏവ അംഭോജം. അന്വേഹ, നമുക്ക് അന്വയത്തിലേക്ക് വരാം. മാതുഹു ആക്ഷേപം ശ്രുത്വ പുത്രസ്യ നിഷ്കളം മുഖാംഭോജം തപ്താശ്രുഭി ക്ഷണാത് വൈവർണ്യം ആപ്തം. മാതുഹു ആക്ഷേപം ശ്രുത്വ, അംബായാഹ നിന്ദാം നിശമ്യ, അമ്മയുടെ ശകാരവാക്കുകളെ കേട്ടിട്ട്, ശ്രുത്വ കേട്ടിട്ട്, പുത്രസ്യ നിഷ്കളം മുഖാംഭോജം ആത്മജസ്യ കളങ്കരഹിതം മുഖകമലം, പുത്രൻ്റെ, പ്രിയപുത്രൻ്റെ കളങ്കരഹിതമായ നിഷ്കളങ്കമായ ആ മുഖം, മുഖാംബോജം, അംബോജതുല്യമായ മുഖം, തപ്താശ്രുഭി ദുഃഖബാഷ്പൈ ദുഃഖാശ്രുഭി, ആ ദുഃഖപൂർണമായ കണ്ണുനീരിനാൽ ക്ഷണാത് സത്വരം പെട്ടെന്ന് തന്നെ വൈവർണ്യം ആപ്തം വിവർണഭാവം പ്രാപ്തം. എന്താണ്? ദുഃഖഭാവത്തെ പ്രാപിച്ചു, വിവർണഭാവത്തെ പ്രാപിച്ചു. അപ്പോൾ താനെന്തോ ധീരകൃത്യമാണ് ചെയ്തത് എന്ന് പറഞ്ഞ് ആ അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തിയതാണ് ആ കുട്ടി, അല്ലേ? അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? അമ്മയാകട്ടെ ആ കുട്ടിയെ ശകാരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ കേട്ടപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? ആ പുത്രൻ അങ്ങേയറ്റം ദുഃഖത്തോടു കൂടിയവനായി തീർന്നു. ആശയം നോക്കുക. അംബായാഹാരോഷവചനം ശ്രുത്വ, അമ്മയുടെ ഈ ശകാരവാക്കുകൾ കേട്ടിട്ട് പുത്രസ്യ നിർമ്മലം മുഖം, നിർമ്മലമായ മുഖം തക്ഷണമേവ, ഉടൻ തന്നെ ദുഃഖാശ്രുഭി കണ്ണുനീരിനാൽ വിവർണതാം പ്രഭേദേ വിവർണഭാവത്തെ പ്രാപിച്ചു. ഇനി അതിൻ്റെ
അവിടെ ആക്ഷേപ എന്നുള്ളതിന് പര്യായപദങ്ങൾ തന്നിട്ടുണ്ട്. അവർണാക്ഷേപ നിർവാദ പരിവാദ അപവാദവത് എന്നാണ് തന്നിരിക്കുന്നത്. അവർണ ആക്ഷേപ നിർവാദ പരിവാദ അപവാദ, ഇത്രയാണ് പദങ്ങൾ. ഏതെങ്കിലും 1-2 പദങ്ങൾ നോക്കി വെച്ചുകൊള്ളുക. ഇനി അടുത്ത പദ്യത്തിലേക്ക് വരാം. മകന്തം സമാഹർത്തും നാഗമിഷ്യാമി ഇത്യുക്ത്വാ സ്തബകം പുത്രോ അക്ഷിപത് സുന്ദരം ഭൂമൗ ശുച. പദങ്ങൾ നോക്കുക. മാഗന്തം സമാഹർത്തും ന ആഗമിഷ്യാമി ഇതി ഉക്ത്വാ സ്തബകം പുത്രഃ അക്ഷിപത് സുന്ദരം ഭൂമൗ ശുച. അവിടെ നാഗമിഷ്യാമി ഇത്യുക്ത്വ അതിൻ്റെ പദശയം തന്നിട്ടുണ്ട്. ന പ്ലസ് ആഗമിഷ്യാമി പ്ലസ് ഇതി പ്ലസ് ഉക്ത്വ പുത്രോ അക്ഷിപത്, പുത്രഃ പ്ലസ് അക്ഷിപത്. അന്യത്തിലേക്ക് വരിക. മാഗന്തം സമാഹർത്തും ന ആഗമിഷ്യാമി ഇതി ഉക്ത്വ പുത്രഃ സുന്ദരം സ്തബകം ശുച ഭൂമൗ അക്ഷിപത്. മാഗന്തം സമാഹർത്തും, ആമ്രഫലം സ്വീകർത്തും. അപ്പോൾ മാതാവ് എന്താ പറഞ്ഞത്? ആമ്രഫലം, മാമ്പഴം വീഴുമ്പോൾ ഓടിച്ചെന്നെടുക്കേണ്ടവനാണ് നീ. അങ്ങനെയുള്ള നീ ഈ പൂങ്കുല നുള്ളിയത് കഷ്ടമായി പോയി എന്നാണ് മാതാവ് പറഞ്ഞത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് പറയുകയാണ് മാഗന്ധം സമാഹർത്തും. കണ്ടോ, ആമ്രഫലം സ്വീകർത്തും, ഈ പക്വമായ അലയ വീഴുന്ന മാമ്പഴം സ്വീകർത്തും സമാഹർത്തും സമാഹരിക്കുന്നതിന് എന്ന് ആഗമിഷ്യാമി, അഹം ന ആഗമിഷ്യാമി, ഞാൻ വരികയില്ല, ഞാൻ വരുന്നില്ല. ഇതി ഉക്ത്വ ഇതി ഉദീര്യ എന്ന് പറഞ്ഞിട്ട് പുത്രഃ തനേഹ, ഈ പുത്രൻ എന്തു ചെയ്തു? സുന്ദരം സ്തബകം, മനോഹരമായ കുസുമ മഞ്ജരി, ആ പൂങ്കുല ശുച ദുഃഖേന, അങ്ങേയറ്റം ദുഃഖത്തോടു കൂടിയിട്ട് ഭൂമൗ അക്ഷിപത്, ഭൂതലേ ക്ഷിപതി സ്മ, ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോൾ വളരെയധികം ദേഷ്യത്തോടു കൂടിയിട്ട് ആ പൂങ്കുല തറയിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്നർത്ഥം. അതിൻ്റെ ആശയം നോക്കുക. അഹമാമ്രഫലം സ്വീകർത്തും നാഗമിഷ്യാമി, ഞാൻ ഈ ആമ്രഫലം സ്വീകരിക്കുന്നതിന് എന്നാഗമിഷ്യാമി, വരുന്നില്ല. ഇതി ദുഃഖേന ഉക്ത്വ എന്ന് ദുഃഖത്തോടു കൂടി പറഞ്ഞിട്ട് പുത്രഃ സുന്ദരം തത് സ്തബകം, പുത്രന സുന്ദരമായ ആ പൂങ്കുല ഭൂമൗ അഭ്യക്ഷിപത്, ഭൂമിയിൽ നിക്ഷേപിച്ചു എന്നർത്ഥം, എറിഞ്ഞു കളഞ്ഞു എന്നർത്ഥം. അപ്പോൾ ഇനി ബാക്കി പദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ധന്യവാദം.